കുറ്റിക്കാട് ബണ്ടിൻ്റെ അവിടെ പോയിട്ട് തുരുത്തി നിന്നുള്ളൊരു മീൻ പിടുത്തം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഷിജുഭായ്, നമ്മൾ ഈ ഏരിയയിൽ തന്നെയല്ലേ മീൻകാരൻ വരാമെന്ന് പറഞ്ഞത്? വഞ്ചി എടുക്കുന്നുണ്ട്, ആളെ കാണാനില്ല. വഞ്ചിൻ്റെ അപ്പം എന്തായാലും വരുമായിരിക്കില്ല. നല്ല അടിപൊളി പാടാല്ലേ? അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ആളാവാൻ സാധ്യതയുണ്ട്. ആളിങ്ങനെ മീനിൻ്റെ തുരുത്തിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആളെന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ലൊക്കേഷൻ അല്ലേ? ഉണ്ടല്ലോ. ഇല്ലല്ലേ? ഇത് കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ വെള്ളം കുറവായ കാരണം മീൻ കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാന്ന് തോന്നുന്നു അല്ലേ? എന്തോ പിടക്കുന്നുണ്ടെന്ന് തോന്നണോ? അല്ലെങ്കിൽ കിട്ടിയ ചേട്ടാ? കുറച്ച് കണ്ണൻകുട്ടികളും കണ്ണന്മാരൊക്കെ ഉണ്ടല്ലേ? വരാൽ, നമ്മൾ ബ്രാൽ എന്ന് പറയും. കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട് അവിടെ ബിനുവേട്ടന്. എന്തായാലും വന്നത് വെറുതെ ഇല്ല. ഈ സമയത്ത് സാധാരണ വെയിലായി കഴിഞ്ഞാൽ മീൻ കിട്ടാൻ കുറച്ച് പാടാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. നമ്മൾ വരാൻ കുറച്ച് ലേറ്റായി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വരാൽ സ്പെഷ്യൽ തൃശ്ശൂർ സ്റ്റൈൽ വരാൽ അല്ലെങ്കിൽ ബ്രാൽ കറി ഉണ്ടാക്കാനുള്ള മീൻ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല നാടൻ സ്റ്റൈലിൽ നാളികേരപ്പാൽ വെച്ചൊരു വെപ്പ് വയ്ക്കുക എന്നുള്ള പ്ലാനാണ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് സൂക്ഷിച്ച് നോക്കി കാണാം. പിന്നെ ഈ നല്ല ഭംഗിയുള്ള തോണിപ്പൂവ്, നമ്മളിതിനെ അക്കപ്പൂവെന്നും പറയാറുണ്ട്. ആമ്പൽപ്പൂവ് ഇവിടെ നിറച്ചുണ്ട്. എന്തായാലും ഇവിടെ ബിനുവേട്ടൻ നമുക്ക് വന്നത് മുതലേ, കാരണം ആള് കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറേ തുരുത്തിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണത്തിൽ തവള, ഒരെണ്ണത്തിൽ പാമ്പുകുട്ടി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ ചെറുപക മീനുകളായിരുന്നു, അതൊക്കെ നമ്മൾ വെള്ളത്തിൽ തന്നെ വിട്ടു. നമുക്ക് പക്ഷേ നല്ലൊരു ബ്രാലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ സംരംഭം വിജയിച്ചു. നമുക്ക് കുരുത്തിയിൽ മീൻ പിടിക്കാൻ പറ്റി. ആദ്യമായിട്ടാണ് കുരുത്തിയിൽ മീൻ പിടിക്കുന്ന പരിപാടി ഞാൻ കാണുന്നത്. പണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത്രയും ക്ലോസ് ആയിട്ടും നമ്മൾ അവിടെ നിന്ന് ലൈവായിട്ട് മീനിനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് സക്സസ് ആയി. ബിനുഭായ് കൊട്ടയിൽ നിറച്ച് ബ്രാൽ ഫാമിലി കിടപ്പുണ്ട്. ഇനി നമ്മുടെ ഷിജുഭായ് തംസ് അപ്പ്. ഇനി നമുക്ക് അതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് കിട്ടിയ ബ്രാൽ ഫാമിലിയാണിത്. ഈ സാധനത്തിൻ്റെ പേരെന്താ? വരാൽ. വരാൽ ബാന്റെ പേരാട്ടോ വരാൽ. ഓക്കെ. അപ്പം ഇത് 9 ഉണ്ട്. 9 വരാലുണ്ട്. വെരി ഗുഡ്. അപ്പം നമ്മൾ ഇത് കുറച്ച് തൂത്തം ഇത് നമ്മൾ വീട്ടിൽ വെച്ചും എനിക്കും ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അല്ലേ? ആദ്യം ഉണ്ടപ്പോൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ എൻ്റെ ഒരു അനിയനുണ്ട്. അപ്പോൾ അവനും എനിക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനും കൊടുക്കാനും കളിക്കാനുള്ള ടീം എത്തിയിട്ടുണ്ട് അല്ലേ? കളിക്കാനുള്ള ടീം എത്തിയിട്ടുണ്ട്. നമ്മുടെ ലൈവ് വരാല് കറിക്ക് വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം.
പാടത്തുള്ള മീനായതുകൊണ്ട് നല്ലോണം ചെളിയും ഉളുമ്പുമണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായി കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് കല്ലുപ്പിട്ട് വരച്ചെടുക്കണം. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് അത് ഉപ്പ് അല്ലെങ്കിൽ മണൽ ഒക്കെ ഇട്ടിട്ടാണ് ഇത് വൃത്തിയാക്കുക. പപ്പായര ഇല ഇട്ടാലും നന്നായി വൃത്തിയായി കിട്ടും. അതിൻ്റെ വഴുവഴുപ്പ് പോകാനാവൂലേ? വഴുവഴുപ്പ് പോയി നല്ല ആ ഉളുമ്പ് മണമൊക്കെ കളയണം നമുക്ക്. ഈ ചെളിയിൽ കിടക്കുമ്പോഴേ ഒരാളിന് ആ മണം വരും. നമുക്ക് ചിലർ തോല് കളയും, നമ്മൾ തോല് കളയില്ല, അങ്ങനെ ഉരയ്ക്കുള്ളൂ. തോല് പൊളിക്കുന്നത് പൊള്ളിക്കാനാവൂലേ? അത് ഓരോരുത്തരുടെ രീതിയാണ്. ചിലർക്ക് തോല് പൊളിച്ച് ഇനി പടയണ്ടല്ല. ബ്രാല് അവസാന നേരം വരെ പടങ്ങേണ്ടി വരും. കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് കെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ സാധനം പീസാക്കണം. ഉപ്പും നാരങ്ങ നീരും ചേർത്ത് നമ്മൾ നന്നായി കഴുകിയെടുത്ത വരാലാണത്. ഇനി ഇതിലേക്ക് നമുക്ക് കറി വയ്ക്കാൻ ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, പുഴമീനൊക്കെ നല്ലോണം മുളക് വേണം, മല്ലിപ്പൊടി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് രണ്ടായി കീറിയത്, കറിവേപ്പില, ചുവന്നുള്ളി ചതച്ചത്, മാങ്ങ. ഇത് ചെറിയ മാങ്ങയായിരുന്നു, നല്ല പുളിയുള്ള മാങ്ങയിന്. അപ്പോൾ 3 ചെറിയ മാങ്ങ എടുത്തേക്കാം. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പരട്ടിക്കൊള്ളാം. എത്ര നേരം വയ്ക്കാൻ പോണേ? ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2ാം പാലാണ് ഞാൻ ഒഴിക്കണത്. പുറത്ത് അടുപ്പ് കൂട്ടിയിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിലുള്ള നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള വരാല് കറിയാണ് ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ. അനീഷയുടെ മമ്മിയാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മുടെ മീൻകറി ആവാറായ. മീൻകറി തിളച്ച് തുടങ്ങി. ഇനി തിളച്ച് വറ്റണം. തിളച്ച് വറ്റുമ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കറിവേപ്പിലയും കാച്ചി ഒഴിക്കും വെളിച്ചെണ്ണ. ഇത് വറ്റിയിട്ട് ഈ വെളിച്ചെണ്ണ തെളിയണം, എണ്ണ തെളിയണം. തേങ്ങാപ്പാലിൽ എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തൻപാലൊഴിക്കും.
അത് കഴിഞ്ഞ് അതൊന്ന് ഇതായി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലും മൂപ്പിച്ചു. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് മീൻകറിയാണോ? ആ, അത് തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി. മാങ്ങ ഇട്ടിട്ടുള്ള വരാല് ഒന്ന് ചുറ്റിച്ചു. നമ്മുടെ മീൻ ഏതാണ്ട് വറ്റി തുടങ്ങിയിട്ട് ആദ്യത്തെ പാലൊഴിക്കും. അതെ, നമ്മുടെ തേൻപാൽ ഒഴിക്കേണ്ട സമയമായി. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു. നമ്മുടെ മീൻകറി ഏതാണ്ട് വറ്റി പരിവായി. ഇനി നമുക്ക് ആദ്യത്തെ പാലൊഴിക്കും. ഇത്ര ഇത് ഫുള്ളായിട്ട് ഒഴിക്കട്ടെ? ഫുള്ളായിട്ട് ഒഴിക്കട്ടെ. തെൻപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിളയ്ക്കാൻ അധികം നേരം വയ്ക്കാൻ പാടില്ല. തെൻപാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിലുള്ള നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള വരാല് കറിയാണ് ഇന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ. അനീഷയുടെ മമ്മിയാണ് ഇതൊക്കെ ചെയ്യണത്. ഇനി നമ്മൾ ഉള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ മീൻ കറിയുടെ മേളിൽ വെച്ചു. അതോടുകൂടി മീൻ കറി കംപ്ലീറ്റ്. ചെറിയുള്ളിയും കറിവേപ്പിലയും നമ്മൾ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയും കൂടെ ഇറക്കിയെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഇട്ടാൽ പോരാ? ജസ്റ്റ് ഇട്ടാൽ മതി. ഈ ഉള്ളിയും പുളിയുറുമ്പിൻ്റെ നിറാവണതാണ് മൂപ്പൻ്റെ കണക്ക്. പിന്നെ അതൊരു കളർഫുൾ ആവാൻ വേണ്ടി സ്വല്പം കാശ്മീരി മുളക് പൊടി അതിലിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒരു പ്രയോഗില്ലേ അമ്മ? എന്നുള്ള സൗണ്ട് വരുന്നില്ല. ഒരാളിവിടെ ഊതി ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ്. നാവിൽ വെള്ളം വന്നിട്ട് കുതിയേറ്റ് വയ്യ. നല്ല ചൂടുണ്ട്. കൈ പൊള്ളാണ്ട് നോക്കിയോളാം. അടിപൊളി. ഈ സന്തോഷം നോക്ക്. വരാല് നാടൻ തൃശ്ശൂർ സ്റ്റൈലിൽ കറി വെച്ചിട്ടുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നമ്മുടെ വൈഫ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മുക്കാഭാഗം പണി അമ്മയാണ് ചെയ്തത്. ആള് ജസ്റ്റ് ഇടയിൽ വന്ന് ഗസ്റ്റ് അപ്പിയറൻസ് നടത്തിയെന്നുള്ളൂ. പക്ഷേ സാധനം പൊളിച്ചു അല്ലേ? സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നല്ല സ്മെല്ലുണ്ട്. കൊതിയിട്ട് പോയി. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം.